റിപ്പോർട്ട് ബ്രേക്കിംഗ്. വിഴിഞ്ഞം കമ്മീഷനിംഗ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കമ്മീഷനിംഗ് എന്നും വാർഷികാഘോഷം ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതെന്നുമാണ് സർക്കാരിന്റെ വിചിത്രമായ വിശദീകരണം. കോൺഗ്രസ് MP ശശി തരൂർ, MLA വിൻസെന്റ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. മെയ് 2-ാം തീയതിയാണ് പ്രധാനമന്ത്രി തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത്. റിനു ശ്രീധറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു ശ്രീധർ, നേരത്തെയും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഇടലിൽ നിന്നടക്കം ഒഴിവാക്കിയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മീഷനിങ്ങിലും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കുകയാണോ? നൈസായിട്ടങ്ങ് ഒഴിവാക്കുകയാണോ? എന്താ കാര്യം? റിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മെയ് 2-നാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കുന്നത്, കമ്മീഷൻ ചെയ്യുന്നത്. ഈ ചടങ്ങിലേക്ക് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ സംസ്ഥാന സർക്കാർ ക്ഷണിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ ഈ ഗസ്റ്റുകളുടെ ലിസ്റ്റിൽ അത് ഇല്ല എന്നുള്ളതാണ്, അദ്ദേഹത്തിന്റെ പേരില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2023 ആദ്യ ചരക്ക് കപ്പൽ ഇവിടേക്ക് വന്നപ്പോൾ, വിഴിഞ്ഞത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിനുശേഷം കപ്പലെത്തി ട്രയൽ റൺ നടക്കുമ്പോൾ VD സതീശനെ നൈസായി ഒഴിവാക്കി എന്ന് തന്നെ നമുക്ക് പറയാം. അതേ ഒരു ഗതി തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു. സർക്കാരിന്റെ വിശദീകരണം, 4ാം വർഷം തികയുന്ന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത്. ഇത്തരം പരിപാടികളിൽ, വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കില്ല എന്നുള്ളത് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാത്തത് എന്നുള്ളതാണ് സർക്കാരിന്റെ തലത്തിൽ നിന്നുള്ള വിശദീകരണം. അതേസമയം കോൺഗ്രസിന്റെ MP ശശി തരൂരും സ്ഥലം MLA M വിൻസെന്റും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർക്ക് വിലക്ക് ഇല്ല എന്നതുകൂടി നമുക്ക് നോക്കിക്കാണേണ്ടി വരും. എന്തായാലും വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി കോൺഗ്രസും അതുപോലെ തന്നെ ഇടതും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയിരിക്കുന്നത്. അരുൺകുമാർ. റിനു, അതെന്തായാലും വിവാദമായി മാറും. അതേസമയം കോവളം MLA വിൻസെന്റിനെ വിളിച്ചിട്ടുണ്ട്, ശശി തരൂർ MPയെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ പ്രത്യേകത, അല്ലേ? തീർച്ചയായും. അതായത് അരുൺകുമാർ, നേരത്തെ ട്രയൽ റൺ നടക്കുമ്പോൾ ഇതേ രീതിയിൽ ശശി തരൂരിനെയും അതുപോലെ തന്നെ വിൻസെന്റ് MLAയും ക്ഷണിച്ചിരുന്നു. പക്ഷേ ശശി തരൂർ MP അന്ന് പങ്കെടുത്തില്ല. അതിനായി അദ്ദേഹം പറഞ്ഞ ന്യായം, ഈ വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തെ ജനങ്ങളുടെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും പരിഹരിക്കാതെയാണ് ഈ ട്രയൽ റൺ നടത്തുന്നത്, അതുകൊണ്ട് താൻ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ശശി തരൂർ MP പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ സന്ദർശിക്കുകയും മാധ്യമങ്ങളോട് താൻ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിൻസെന്റ് MLA മാത്രമാണ് ട്രയൽ റൺ ചടങ്ങിൽ അന്ന് പങ്കെടുത്തിരുന്നത്. അദ്ദേഹവും 2-ാം തീയതിയിലുള്ള ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് ഇത് വഴിവെക്കും എന്നുള്ളത് തീർച്ചയാണ്. രാവിലെ റിപ്പോർട്ടർ TV-യാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം ഈ സമയമാവുമ്പോൾ വരേക്കും പ്രതിപക്ഷ നേതാവ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലുള്ള വിശദീകരണമോ മറുപടിയോ നൽകുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. എന്തായാലും അന്തിമ പട്ടിക നിലവിൽ ഇതുവരെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിലേക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിൽ നിന്ന് പോയ പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേര് ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു റിനു ശ്രീധറാണ് വിവരം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ട്രയൽ റണ്ണിന്റെ കാര്യത്തിലും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നില്ല. എന്നാൽ ആദ്യം കപ്പൽ വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു. അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തതാണ്. അവിടെ ഉമ്മൻചാണ്ടിക്ക് ക്രെഡിറ്റ് കൊടുത്തു തുടങ്ങിയ വിവാദങ്ങളൊക്കെ പിന്നീട് കണ്ടതുമാണ് പ്രേക്ഷകർ. എന്നാൽ ഇപ്പോൾ കമ്മീഷൻ ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി എത്തുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കേണ്ടതല്ലേ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ക്ഷണിക്കുക, വന്നില്ലെങ്കിൽ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയാറില്ലേ. വിളിക്കേണ്ടത് നമ്മുടെ കടമ, വരേണ്ടത് അവരുടെയും കടമയാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ക്ഷണിച്ചാൽ വരാതിരിക്കുമോ? പക്ഷെ അതിനോടൊപ്പം 4ാം വാർഷികാഘോഷം കൂടി ചേർത്താൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കുക എന്നതാണ്. പക്ഷെ വിളിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതൊരു വാർത്താ വിവാദത്തിലേക്ക് പോകേണ്ടതില്ലായിരുന്നു. കമ്മീഷനിങ് സമയത്തും അദ്ദേഹം എത്തണം. മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പിന്തുണ കൂടി ഈ പ്രോജക്റ്റിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എല്ലാവരുടെയും കൂടി സംയുക്തമായിട്ടുള്ളൊരു നേട്ടമായിട്ട് വേണ്ടി നമ്മളതിനെ കണക്കാക്കാൻ. തീർച്ചയായിട്ടും ഈ സർക്കാരിന് അതിൽ കൂടുതൽ പങ്കാളിത്തമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സർക്കാരിൻ്റെ സമയത്താണ് ആദ്യമായി കപ്പലെത്തുന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുന്നത്, സമരങ്ങളെ അതിജീവിക്കുന്നത്, അതൊക്കെ വാസ്തവമാണ്. പക്ഷേ എങ്കിലും ചെയ്യാനുള്ള കടമ വിളിക്കുക എന്നുള്ളതായിരുന്നു. വിളിക്കാനുള്ളത് നമ്മുടെ കടമ, വരേണ്ടത് അവരുടെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുന്നു. സംജാദ് പറയുന്നു, സഫ മജീദ് പറയുന്നു,
പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിക്കാത്ത ചടങ്ങ് ഇഫ്താർ വിരുന്ന് മാത്രമെന്ന് പറയുന്നു. അനന്തുരാഖു വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഫുൾ ഹാപ്പി ആണല്ലോ എന്ന് പറയുന്നു. എപ്പോഴും നമ്മൾ ഹാപ്പിയല്ലേ? ഈ ദുരന്തവും വെടിവെപ്പിൻ്റെയും വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് നമ്മളൊന്ന് ഡൗൺ ആയി പോകുന്നത്. ദെൻ അനന്തുരഖു ജോസഫ് TV വിഴിഞ്ഞം സമരം നയിച്ചത് പ്രതിപക്ഷ നേതാവ് വരണ്ട എന്നാണ് ഒരാളുടെ അഭിപ്രായം. അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷ നേതാവിന് അതിൻ്റെതായ വിലയുണ്ടല്ലോ. തീർച്ചയായിട്ടും